was such a wonderful experience and I am having it right now. First time in the cruise la vandirukra. It's a very nice and wonderful experience. It was overall fun actually, and events were very good, very well organized. Very good, very nice. Good. I enjoyed a lot. There are continuously entertainment activities. Life environment is a good place. I wish everybody should be here. It's a nice place. My son's birthday was there. We celebrated his birthday, 20th birthday in the cruise. So we will recommend all the friends, okay? പറഞ്ഞ പൈസക്ക് വേർത്താണ്. ഒന്നുകിൽ വെറും ഫുഡ് കഴിച്ചാൽ തന്നെ മുതലാവും, അല്ലെങ്കിൽ ഷോ കണ്ടാലും മുതലാവും. ഇക്കാൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദുബായ് ടു ദോഹ ക്രൂസ് ട്രിപ്പിൻ്റെ വ്ളോഗ് സെക്കൻഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ ഒരു കെറ്റിൽ ചായ ഉണ്ടാക്കുന്ന സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ലിപ്റ്റൺ, സുലൈമാൻ ഉണ്ടാക്കുക, കോഫി ഉണ്ടാക്കുക, സാധാരണ നെസ്കോഫി ബ്ലാക്ക് കോഫി ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. പിന്നെ ഷുഗർ, അതായത് ചായപ്പൊടി പൊടി ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കുക. കോഫി റെഡി. അപ്പോൾ ഈ കോഫി കുടിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഷിപ്പിലെ വിശേഷങ്ങൾ അറിയാം. ഓക്കെ, ജോയിൻ വിത്ത് മീ. ഷിപ്പിൽ നമുക്കിപ്പോൾ 3 പിൻ ചാർജർ, ഈ ടൈപ്പ് ചാർജറാണ് ഇപ്പോൾ എൻ്റെ ഈ ക്യാബിനുള്ളത്. പിന്നെ നമുക്ക് ഈ ഇതാണ് USB കേബിൾ കുത്താനുള്ളത്, അതുകൊണ്ട് കേട്ടോ. ഈ ക്രൂയിസിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞാനുള്ളത്. ഇവിടെ ചെറുതായിട്ട് കുട്ടികൾക്ക് കളിക്കുന്ന എന്തൊരു സംഭവമുണ്ട്. ചെറിയ ഇത് അടച്ചിട്ടിരിക്കുകയാണ്. ഏറ്റവും ഡക്ക് 13 നിലകളാണ് ഇതിലുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിലെ ഷിപ്പിൻ്റെ ഓരോ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്. നൈറ്റിൽ ഇവിടെ ഭയങ്കര DJ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. നൈറ്റിലാണ് ഭയങ്കര പാർട്ടി പരിപാടികളൊക്കെ ഉള്ളത്. അല്ല, ഇതിപ്പോൾ ഇവിടെ കാലിയാണ്. ഇതിൻ്റെയൊക്കെ ടൈം വൈകിട്ടാണ്. ഇവിടെയൊക്കെ DJ പരിപാടികളൊക്കെ ഉണ്ടാവും. ഇത് എന്താ ഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗമാണ്. ഇവിടെയാണ് നമുക്ക് സ്വിമ്മിംഗ് പൂള് കാര്യങ്ങൾ. പിന്നെ അതിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് സ്ലൈഡർ ഉണ്ട്. വന്നിട്ട് ഇതിൽ വെള്ളത്തിൽ ചാടുന്ന ജാക്കോസി ഉണ്ട്, 2 ഇതൊക്കെയാണ് ഇതിന് ഏറ്റവും ടോപ്പിലുള്ള പരിപാടികൾ. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ബാർബിക്യൂം മറ്റേ ലൈവ് ഗ്രില്ലൊക്കെ ഇന്നലെ രാത്രി ഉണ്ടില്ല. ഇനി അതിനായിട്ട് ഫുഡ് കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിലാണ് ആ ഫുഡ് ഉണ്ടായിരുന്നത്. ഇവിടെയും വന്നിരുന്നിട്ട് നമുക്ക് ഫുഡ് ഇരുന്ന് കഴിക്കാം. ഇവിടെ മറ്റേ ഷീഷ കാര്യങ്ങൾ, പിന്നെ ലിക്കർ, ജ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ബിവറേജ് ഐറ്റംസുകളൊക്കെ ഇതിലുണ്ടാവും. ഈ സ്വിമ്മിംഗ് പൂളിലൊക്കെ കഴിഞ്ഞിട്ടേ വന്നിട്ട് ഇവിടെ നമുക്ക് എടുക്കാം. നല്ല സുഖമാണ്, നല്ല തണുത്ത കാറ്റുണ്ട്. ഈ സമയത്തൊന്നും പറ്റില്ല കേട്ടോ. നമ്മളിപ്പോൾ ഷിപ്പിൻ്റെ ഏറ്റവും ബാക്ക് ഭാഗം ഉണ്ടോ, അടിപൊളി വ്യൂ. ആ വ്യൂ കാണാൻ വേണ്ടി കുറേ ആൾക്കാരോടെ രാവിലെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ ഹെലിപ്പാഡാണ് കേട്ടോ. ഹെലികോപ്റ്ററൊക്കെ വന്നിറങ്ങുള്ള സ്ഥലമുണ്ട്. ഇവിടെ ഒരു ബാസ്ക്കറ്റ് ബോൾ ഗ്രൗണ്ട്. ഇവിടെ വന്ന് നമുക്ക് ബാസ്ക്കറ്റ് ബോൾ കളിക്കാം. പിന്നെ ഇതാണ് ഇതിൻ്റെ ബാക്ക് ഭാഗം. നല്ല അടിപൊളി വ്യൂ ആണ്. ഈ ഒരു ഏരിയ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചതാണ്. ഇവിടെ മറ്റേ റോയൽ ടീമിൻ്റെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെയാണ്. നല്ല തണുത്ത കാറ്റും ഒക്കെ ഉണ്ട്. എങ്കിൽ കൂടി അതിനൊക്കെ വക വെക്കാതെ ഈ ഒരു നല്ല കാഴ്ച കണ്ടതൊന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പ്രായമുള്ള ആൾക്കാരായിക്കോട്ടെ, ചെറിയ കുട്ടികളൊക്കെ വന്നിട്ട് ഇവിടെ ഏറ്റവും ടോപ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ലൈഫിൽ ഒരു പ്രാവശ്യം നമ്മൾ ആസ്വദിക്കേണ്ട ഒരു സംഭവം തന്നെ, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണത് ഈ ഒരു ക്രൂയിസ് യാത്ര എന്ന് പറയുന്നത്. തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് റിസോർട്ട്സ് വേൾഡ് 1 എന്ന് പറയുന്നത് നമ്മളെ ക്രൂയിസ് അങ്ങ് ദൂരെ ഖത്തർ ദോഹ പോർട്ടിനെ ലക്ഷ്യമാക്കിയിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതിലൊക്കെ നല്ല ഇരിക്കൽ അടിപൊളി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ അപ്പോൾ ഇതിന് മേലെ നിന്ന് കാണിച്ചു തന്നത്. നമ്മൾ അവിടെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെയാണ് കണ്ട സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ. രാവിലെ മോർണിംഗ് 9 മണിക്ക് ഈ സ്വിമ്മിംഗ് പൂളൊക്കെ ഓപ്പൺ ആവട്ടോ. വരുമ്പോൾ അവിടെയൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കേണ്ട ആൾക്കാർ. ഇവിടെ സംഭവം ഇതിലുള്ള കാര്യങ്ങൾ കാണിച്ചാൽ ഇവിടെയാണ് എന്താ മിൽക്ക് കടന്നത്. ഇവിടെ ഒരു സ്പാ ഉണ്ട്.
അപ്പോൾ ഇവിടെ ഈ സ്പാ എന്ന് പറഞ്ഞിട്ട് ചിലർ തെറ്റിദ്ധരിക്കണ്ട, നോർമൽ മസാജിങ് സ്പായാണ് കേട്ടത്, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇത് ഇവിടുത്തെ ഇതിൽ ജിമ്മ് വർക്കൗട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഉള്ളിൽ പോയാൽ. ഹായ്, ഗുഡ് മോർണിംഗ്. അദ്ദേഹം ഒരു ചാമ്പ്യനുണ്ടാ. ഇവിടെയാണ് അതിൻ്റെ അല്ല, നമുക്ക് മോർണിംഗിലൊക്കെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, 24 hours ഇത് ഇവിടെ ഓപ്പണാണ് കേട്ടോ. നമുക്കിവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ സ്പായുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഒരാൾ എനിക്ക് ഇവിടെ ഒരു മലയാളി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു മലപ്പുറത്തുകാരനെ തോന്നുന്നു. മലപ്പുറമുള്ള ഒരാൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടാവും എപ്പോഴും. കണ്ടോ, ഇതൊരു ബാറാണ്, ലിക്കർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാറാണ്. ഇവിടെ എന്താ ഡ്രംസ് പരിപാടികളൊക്കെ അതിൻ്റെ ഇത് വർക്കിംഗ് എനിക്കൊന്ന് തോന്നുന്നുണ്ട് ഈവനിങ്ങിലായിരിക്കും ഇതിൻ്റെ പരിപാടികളൊക്കെ. ഇവിടെ അങ്ങനത്തെ ഒരു വൈബിലാണ് ഈ ഒരു ഏരിയ. ഇവരെ ഇതിലെ കണ്ടില്ല, കംപ്ലീറ്റ് ചൈനീസിൻ്റെ ക്രൂയിസ് തോന്നുന്നുണ്ടോ. എല്ലായിടത്തും ഒരു ചൈനീസ് മയം കാണാം നമുക്ക് ഇവിടുത്തെ സ്റ്റാഫ് അടക്കം. ഇവിടെ ഒരു ഗെയിമിൻ്റെ ഏരിയയാണ്, പക്ഷേ 11 മണിക്കാണിത് ഓപ്പണ്. നമ്മൾ 12th നിന്ന് 11th വരികയാണ്. ഇതിലൊന്നും ഇവിടെ ഒന്നും റൂമുകളില്ല കേട്ടോ, റൂമൊക്കെ ഇനി ഇതിൻ്റെ താഴെയാണ്. 11th എന്തൊക്കെ ഉള്ളത് നോക്കട്ടെ. ഓക്കെ, 11th വേറെ പ്രോഗ്രാമൊന്നുമില്ല, ഇതിൽ ഫുള്ള് റൂമുകളാണ് കേട്ടോ. ഇതൊക്കെ 11 കണ്ട ഒരു ലോകമാണ് കേട്ടോ. ഒരുപാട് കണ്ട കുറേ അങ്ങോട്ട് പോകാനുണ്ട്. ഇതൊക്കെ റൂംസുകളാണ്. ഇവിടെ നമ്മളെ ക്യാബിന് 2-3 കാറ്റഗറിയിലുള്ളത്. ഒന്ന് മിഡിലാണ് ഇപ്പോൾ ഞാനൊക്കെ എടുത്തിട്ടുള്ളത്. മിഡിലെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിലുള്ളത്, ഷിപ്പിൻ്റെ സെൻറ്ററിൽ. പിന്നെ സീ വ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടലിലെ വ്യൂ കാണുന്ന ഒരു ഗ്ലാസ്സിലൂടെ കടൽ കണ്ടിട്ടിരിക്കുന്ന ഒരു ഇതാണ്. റേറ്റ് വ്യത്യാസമുണ്ട്. പിന്നെ ബാൽക്കണിയുള്ള ഒരു ഇതുണ്ട്, അതിന് കുറച്ച് റേഞ്ച് കൂടുതലാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഓരോ കാർഡിൻ്റെ ഡിഫറെൻറ്റ് കാര്യം, ഇത് ബ്ലൂ, റെഡ്, ഗോൾഡ് എന്നുള്ളതിൽ. ഈ ഗോൾഡ് എന്ന് പറഞ്ഞാൽ റോയലാണ്, അതിന് കുറച്ച് അതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മുടെ ബിസിനസ് ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്യില്ല ഫ്ലൈറ്റിൽ, അതേപോലത്തെ കുറച്ച് സംഭവങ്ങളുണ്ടാവും ഇതിൽ. അവർക്കൊരു പ്രത്യേക സർവീസ് ആയിരിക്കും, എന്തായാലും ഉണ്ടാവില്ല, ക്യാഷ് കൂടുതൽ കൊടുക്കണ്ടേ. അപ്പോൾ റൂമുകൾ അങ്ങനെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് 6 പേർക്ക് 4 പേർക്ക് 2 പേർക്ക് അങ്ങനെയാണ് റൂമുകളിൽ കയറ്റിയിട്ടുള്ളത്. ഇങ്ങനത്തെ റൂമുകൾ കണ്ടാൽ നമുക്ക് ഞാൻ ഓപ്പൺ ആക്കാൻ പറ്റിയ റൂമുകളുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇപ്പോൾ 2 പേരുടെ റൂം ഇപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് ഗുഫൂർ താമസിക്കുന്നത്. മറ്റുള്ള റൂമുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് വിൻഡോ റൂം. ഇതിപ്പോൾ നമുക്കൊന്നും കാണില്ല, പകലാണെങ്കിലാണ് പുറത്തേക്ക് കാണുള്ളൂ. ഇപ്പോൾ അതാ കടൽ അവിടുന്ന് കാണാനുണ്ടാ, ജസ്റ്റ് അടുത്ത് പിടിച്ചാൽ കാണാം. ഓ, ഇത് ഇവർ റാസൽ ഗെയിമിൽ നിന്നാണ് ഇവർ വരുന്നത്. ഒരു വിൻഡോ റൂം എന്താണെന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഓരോ ഡെക്കിൽ ഓരോന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഇത് നിങ്ങളുണ്ടല്ലോ, ഇതിൽ ഇത് ഫോർവേഡാണ്. അതായത് ഇപ്പോൾ ഷിപ്പ് അങ്ങോട്ട് മുന്നോട്ട് പോകുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗങ്ങളിലാണ് ഇതുണ്ടാവുക. പിന്നെ ഷിപ്പിൻ്റെ മിഡിൽ ഭാഗം, ഇത് ഷിപ്പിൻ്റെ ബാക്ക് ഭാഗം, ഇങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഷിപ്പിൻ്റെ ഭാഗങ്ങളിലേക്ക് പോയാൽ മതി. ഇപ്പോൾ 10th ഉള്ളത് കംപ്ലീറ്റ് ഷിപ്പിൻ്റെ ബാക്ക് ഭാഗമാണ് ഉള്ളത്. പോയോക്കാം. ഇതിലൊരു ക്ലബ്ബുണ്ട്. പിന്നെ ഇതാണ് ഇത് പാലസ്. ആ പാലസ് ഇതൊക്കെ കാറ്റഗറിയൊക്കെ ഇതിലുള്ളത്. പിന്നെ സ്റ്റേറ്റ് റൂംസ് ആൻഡ് സ്യൂട്ട് റൂം എന്നുള്ള ഈ നമ്പർ മുതൽ ഈ നമ്പർ വരെ ഉണ്ട് കേട്ടോ. ഈ 10th ഞാൻ താമസിക്കുന്നത്. ഇതിൽ എല്ലാ 2-3 കാറ്റഗറി, ഓരോ ഡെക്കിലും അതേ കാറ്റഗറി ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നല്ലോ, ആ ക്ലബ്ബ് കാണിച്ചു തരാം. എന്താ ഇതൊക്കെ സ്വീറ്റ് റൂമുകളാണ് കേട്ടോ. അവരുടെ ആ ഡോറിൻ്റെ അവിടെ എത്തുമ്പോൾ ഡോറിൻ്റെ കളറൊക്കെ മാറി. അതിന് കുറേ പേരുണ്ട് കേട്ടോ. ലിബിസ സ്യൂട്ട് കേട്ടോ, ഇത് ലങ്കാവി സ്യൂട്ട്, അങ്ങനെ കുറേ സംഭവങ്ങൾ. നമ്മളിപ്പോൾ 9th
നമ്മളിപ്പോൾ 9th ഇപ്പോൾ വന്നിറങ്ങിയത്. ഇവിടെ റൂംസുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ക്യാബിൻസുകളിട്ട. എനിക്ക് തോന്നുന്നത് ഇത് കാസിനോ സംശയമുണ്ട്. നോക്കട്ടെ. ഇത് കാസിനാണ്, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനല്ല അവിടെ ഇല്ല. അതിൻ്റെ ഉള്ളിൽ താങ്ക് യു, സോറി. അവിടെ ഒന്ന് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ബോട്ടിക്കേഴ്സ്. ഇവിടെ അങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ നമുക്ക് പെർഫ്യൂം, വാച്ച് കാര്യങ്ങളൊക്കെ ഉള്ള നമുക്ക് സംഭവങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള അങ്ങനത്തെ ഷോപ്പുകളാണ്. ഇതൊക്കെ മോർണിംഗ് ആയ കാരണം ഉണ്ട്. അപ്പോൾ വൈകിട്ടാണെങ്കിൽ വൈകിട്ടത്തെ വ്യൂ കാണിച്ചാറുണ്ട് കേട്ടോ. ബോട്ടിക്ക് ഐറ്റംസുകളും ഇതൊക്കെ ഉണ്ട്. അതൊക്കെ അടച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന 8ലാണ്. ഈ 7th ആണ് ഇവിടെ എപ്പോഴും പ്രോഗ്രാമുകളൊക്കെ നടക്കും വൈകിട്ട്. നമ്മളൊരു കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന് കയറിയിട്ട് ഇവിടുത്തെ ഒരു റിസപ്ഷനും കാര്യങ്ങളും പിന്നെ നമുക്കൊരു റെസ്റ്റ് ഏരിയ അങ്ങനെയൊക്കെ പറയാം. ഞാൻ പറഞ്ഞില്ല, മൊത്തത്തിൽ ചൈനീസുമായാണ് ഇവിടെ കംപ്ലീറ്റ് ഇടുക. ഇതൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകൾ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇത് ചൈനീസ് റെസ്റ്റോറൻ്റാണ്. ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നുണ്ട്. ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കണ്ട നമുക്ക് വ്യൂ കണ്ടിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കാം. അടിപൊളിയായിട്ട്. ഇതൊക്കെ നമുക്ക് ഈ എമർജൻസി ബോട്ടുകളാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം. ഇവിടെ ഒരു തിയേറ്റർ വെൻസ്ഡേ 9:30 മണി മുതൽ ഇവിടെ പ്രോഗ്രാം ഉണ്ടാവും. പക്ഷെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഓപ്പണാണ്. കയറി കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ തിയേറ്റർ ചെല്ല് പ്രോഗ്രാം നടക്കുന്ന പരിപാടി ആണോ. അടിപൊളി എന്താണ് ഇവിടെ പ്രോഗ്രാം. ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര പരിപാടികളായിരുന്നു. കുറേ ഇവിടുത്തെ ക്രൂസിൻ്റെ അവർ തന്നെയാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഭയങ്കര അടിപൊളി സീറ്റിംഗ് കണ്ടോ ഇവിടെയൊക്കെ. ഇതങ്ങനെ കാറ്റഗറിയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇവിടെ ഇരിക്കുക, ബാൽക്കണി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എവിടെ വേണമെങ്കിലും ഇരിക്കുക. ഞാൻ മറ്റേ ടോപ്പിൽ വന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര അറേഞ്ച്മെൻ്റ് ഉണ്ടോ ഇതിനുള്ളിൽ. ഞാൻ പറഞ്ഞില്ലേ, നൈറ്റിലൊക്കെ ഭയങ്കര പ്രോഗ്രാമുകൾ, നല്ല വെറൈറ്റി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നത് രണ്ടും ഒരു തിയേറ്റർ തന്നെയാണ്. ഇവിടെ തിയേറ്റർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓപ്പണാക്കി നോക്കാം. ഡോൾബി സ്പീക്കറൊക്കെ ഉണ്ട് കേട്ടോ. ഇത് രണ്ട് വേ ഉണ്ട്. ഒറ്റ തിയേറ്റർ തന്നെയാണ് കണ്ടോ. ഞാൻ ആ സൈഡിൽ വന്നോക്കെ. ഒരു തിയേറ്ററിന് ഇവിടെ ഉള്ള കേട്ടോ. ഓക്കെ, സോറി. നമ്മളിപ്പോൾ ഡെക്ക് 7th കേട്ടോ. അതെന്ത് തിയേറ്റർ നോക്കി നോക്കാം. പുറത്തല്ല, ഞാൻ കാണിച്ചു തരാം. കിടക്കാൻ പറ്റുമോ? വീണ്ടും അബദ്ധം പറ്റി. ഇത് തിയേറ്ററിലേക്ക് തോന്നുന്നത് താഴെ കയറാനുള്ളതും മറ്റത് ആ ഫ്ലോറിൽ നിന്ന് 8ൽ നിന്ന് കയറാനുള്ളതാണ്. പിന്നെ ഇവിടെ വന്നാലേ നമുക്ക് ഇതിൻ്റെ മേലെ കൂടെ അങ്ങോട്ട് കയറാനില്ല. ഇതുവരെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നവർ കയറുന്ന സ്ഥലമാണ്. എന്തായാലും അടിപൊളി തിയേറ്ററല്ലേ. ഒരു ഷിപ്പിൻ്റെ ഉള്ളിലുള്ള അറേഞ്ച്മെൻറ്റുകളാണ് കാണുന്നത് കേട്ടോ. നമ്മളിതിനുള്ളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് ഷിപ്പാണോ അതുപോലെ സിനിമ തിയേറ്റർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡ്രാമ കാണുന്ന ഏരിയയിലാക്കിയെന്ന് വിചാരിച്ച് പോകും നമ്മൾ. കടലിൽ കൂടി പോകണമെന്നുള്ളതൊക്കെ മറന്നു പോകും. ഇവിടെ നമ്മളിപ്പോൾ 7th ഫ്ലോറിൽ വന്നാൽ ഇതുപോലൊരു ബാൽക്കണി ഉണ്ട്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള എടാ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, സേഫ്റ്റി ബോട്ടുകൾ. വാ, എന്താ രസത്തിലാണ് പോകണം നിറകൾ. ഒക്കെ നല്ല നേരം വെളുത്തിക്കണട്ടാ. ശരിക്ക് ലൈഫിൽ ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ കടലിലൂടെ ഒരു അടിപൊളി ഒരു ക്രൂയിസിലെ യാത്ര. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണോട്ടാ. ഇതൊന്നും വലിയ എക്സ്പെൻസ് ഉള്ള കാര്യമല്ല. ചെറിയ പൈസക്കാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഡീറ്റെയിലൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ഞാൻ 7th പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട സംഭവങ്ങളാട്ടോ. ഇവിടെ ഉണ്ടോ ഗുഡ് മോർണിംഗ്. ബീവറേജ് കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഒരു ലോബിയാണ്. ഇവിടെ നമുക്ക് വന്നിട്ട് ഇരുന്ന്
റെസ്റ്റ് ചെയ്യാനുള്ള സമയം. ഇവിടെ എപ്പോഴും ഇവിടെ പ്രോഗ്രാം നടക്കട്ടെ, കുറച്ച് വൈകിട്ടൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ അതിൻ്റെ റിസപ്ഷൻ കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഇവിടെ റിസപ്ഷൻ ഉണ്ട്. ഇത് കാസിനോ ആണ് കേട്ടോ. ഇവിടെ കുറേ ഗെയിമിൻ്റെ പരിപാടികളാണ്. നമ്മൾ ക്യാമറ അലൗഡ് ഇല്ല, അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡ് ഇല്ല. എക്സ്ക്യൂസ് മീ, നോട്ട് അലൗഡ് ദെൻ, നോട്ട് അലൗഡ്. ഓക്കെ ഓക്കെ, ജസ്റ്റ് സി ഐ എം എ യൂട്യൂബ് വ്ളോഗർ. നോട്ട് വീഡിയോ. ഓക്കെ, ജസ്റ്റ് ഷോ. ഓക്കെ, സോറി, ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് കാണിച്ചാൽ കാസിനോ ആണ് കേട്ടോ. അവിടെ ചൂതാട്ടം തന്നെ. എന്ത് പരിപാടിയാണ്, അങ്ങനെ കോയിൻസിലിട്ട് കളിക്കണതാണ്, എനിക്കറിയില്ല കേട്ടോ. എന്താ കാശുണ്ടാക്കാനും കാശ് കളയാനുള്ള ഏരിയയാണ്. വിൻറ്റേജ് റൂം, അതാണ് ഈ ബാൽക്കണിയുള്ള റൂമുകൾ ഇതിലായിരിക്കും കേട്ടോ. ഈ ഒരു ഉള്ളിൽ പോയാലായിരിക്കും. പിന്നെ നമ്മളിപ്പോൾ 6th കേട്ടോ. 6th ഇവിടെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഇതില്ല, ഫ്രീ അല്ല കേട്ടോ. can I just show you? ഇതാണ് ചൈനീസ് റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് അല്ല നമ്മളെ ഫുഡ്, ഇത് പേയ്മെൻ്റ് ആണ് ഇവിടെ കേട്ടോ. ദിസ് ഏരിയ പേയ്മെൻറ്റ് നോട്ട് ഇൻക്ലൂഡ് ആണ്. ഇൻക്ലൂഡ് ചൈനീസിൻ്റെ ഫുഡുകളാണ്. ഇത് ഇൻക്ലൂഡ് ആണ് കേട്ടോ, നമ്മുടെ ഷിപ്പിൽ ഇത് ഇൻക്ലൂഡ് ഉള്ളതാണ്. ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട്. നൂഡിൽ, ഇത് സലാഡ്, ബോയിൽ എഗ്, എന്താ സംഭവം അറിയില്ലടാ. മൊമോസ്, മൊമോസ്, മൊമോസ്. വാട്ട് ഈസ് ദിസ്? ദിസ് മൊമോസ് ഓൾസോ ഉണ്ടാ. ഇവിടെ നമുക്കിങ്ങനെ ഇരുന്ന് നല്ല ഫുഡ് അടിക്കുകയും ചെയ്യാം. ഇത് ഈ കടലിലെ വ്യൂ ആണ്, അടിപൊളിയായിട്ട്. എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ. ജസ്റ്റ് ഫ്രൈഡ് ആണ് കേട്ടോ. ഇതിരുന്ന് നമുക്ക് തിന്നാറില്ല കേട്ടോ. ഞാൻ ചൈനീസ് റെസ്റ്റോറൻ്റ് ആയ കാരണം ജസ്റ്റ് ടേസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ബാഗിൽ കാണില്ല, ഈ സൈഡിലാണല്ലേ, നല്ല കടലിലെ കാഴ്ച കണ്ടിട്ട് കൊടുത്തിരുന്ന് കഴിക്കാം. ഒരു തരും മധുരമാവും. വലിയ ഇഷ്ടമായില്ല. അതാണ് പവലിയം. ഇതാണ് ഇവിടെ ഈ ചൈനീസ് റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ്. നമ്മൾ ഡൈനിങ്ങിന് നമ്പർ എടുക്കണം, പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷെ നമ്മുടെ ആ റൂമിൻ്റെ കാർഡ് ഉണ്ടല്ലോ, ആ കാർഡ് അവിടെ കൊടുത്തിട്ട് ഇതുവരെ നമ്പർ എടുക്കണം. 73 വന്നിട്ട് നമ്പറാണ് എൻ്റേത്. നല്ല രസമാണ് അല്ലേ റെസ്റ്റോറൻറ്റ് കാണാൻ, അടിപൊളിയാണ്. വേണ്ട ജ്യൂസ് ജസ്റ്റ് എടുക്കുക, നമ്മളിതിൽ വെക്കുന്നു. അയ്യോ സോറി, അതില്ല, ഞാൻ ജസ്റ്റ് കൊള്ളാം. നമ്മൾ ആദ്യം കൈ കാട്ടിയ സോപ്പാണ് വരിക കേട്ടോ, പിന്നെ അതിന് വെള്ളം വരിക. നല്ല ടെക്നോളജി. അത് കഴിഞ്ഞാൽ ടിഷ്യൂ ഓട്ടോമാറ്റിക്കാണ് വന്നു. ചൈനക്കാരല്ലേ. നമ്മൾ ഡക്ക് 5-ലാണുള്ളത്. ഡക്ക് 5-ൽ ഇവിടെ മെഡിക്കൽ സെൻ്റർ ഉണ്ട്, പിന്നെ റൂംസ് ഉണ്ട് കേട്ടോ. സ്യൂട്ട് റൂമാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ. സ്യൂട്ട് റൂം. Nashif. Nashif. That's not started. हाँ. You where from? I'm from Nepal. नेपाल. कैसा है? ठीक है. ठीक है. ठीक है सर. हाँ, आप कितने साल हो गए? यहाँ हो गया 5-6 साल हो गए सर. 6 साल. ये शिप में? हाँ, नेपाली है ना. आगे मेरे साथ नेपाल लोग काम कर रहे हैं. हाँ. कुछ नेपाल में बात करो. नेपाली में? हाँ.
कस्तो छ ठिक छ ना मेरे दोस्त लोग हैं नेपाल लोग, उसके पास बात कर। यहाँ बसेको धेरै 5-6 साल भयो काम गरेको अरू त सबै ठिकै छ राम्रै छ നമ്മളെ നേപ്പാളിലെ ആൾക്കാരൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി അവനെ കൊണ്ടൊന്ന് നേപ്പാളിൽ സംസാരിപ്പിച്ചതാണ്. ഇതിപ്പോൾ ഞാൻ 4th ഇനി 3rd ഇതിൻ്റെ താഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ വെള്ളത്തിലുണ്ടാവും. കടലിൻ്റെ അടിയിലാണ് ഇപ്പോൾ ഈ ഫ്ലോറൊക്കെ നിൽക്കുന്നത്. ഇത് ഇവിടുന്ന് അങ്ങോട്ട് ഇനിയിപ്പോൾ ഇവരെ ക്രൂസിൻ്റെ റൂമും കാര്യങ്ങളൊക്കെയാണ്. അവിടെ നമുക്ക് പോയിട്ട് കാര്യമില്ല, കാണേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തന്നു. എല്ലാ ഏരിയയിലും ഇതുപോലെ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടാവും. അതേപോലെ തന്നെ എടാ ഈ സാനിറ്റൈസർ ഉണ്ടാവും കേട്ടോ. എല്ലാ ഏരിയയിലും ഇതിങ്ങനെ കാണാം. അപ്പോൾ ഡെക്ക് 5 ഞാനുള്ളത്. ഇത്ര ദൂരം ഇങ്ങനെ നടക്കാണ്ട് വെച്ചിട്ട് ഇതിങ്ങനെ ഒരു ലോകമാണ് കേട്ടോ ഈ ഷിപ്പൊക്കെ. വല്ലാത്തൊരു സംഭവം തന്നെ. ഇവിടെ ഒരു ക്ലിനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു ഡെക്ക് 5. അതുകൂടി ഞാൻ ഓപ്പൺ ആയി കാണിച്ചു തരാം. ഞാൻ ഇപ്പം ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ പോകണം. കാരണം ഷിപ്പ് ഇടയ്ക്ക് ഇങ്ങനെ ആടി ഒഴിഞ്ഞിട്ട് പോകണ്ട. ഞാൻ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇതാണ് ക്ലിനിക്ക് ഇവിടെ ഉള്ളത് കേട്ടോ. മെഡിക്കൽ സെൻറ്റർ പാസ് ജ്യൂസ് കൺസൾട്ടൻസ് അവർ. ടൈം കൊടുത്തിട്ടുണ്ട് 10-11, 3-5, 8-9. ഓപ്പൺ അല്ല തോന്നിട്ട്. നമ്മുടെ മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ക്ലിനിക്ക് ഏരിയയിൽ സാനിറ്റൈസർ യൂസ് ചെയ്യാം. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ ആക്കാൻ പറ്റില്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ ഇപ്പോൾ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് അല്ലേ എന്ന് ചോദിക്കുന്നത്. നേരത്തെ കഴിച്ച് അല്ല നമ്മുടെ ഫുഡ് കഴിക്കണ്ടേ. ആക്ച്വലി ഈ ക്ലിനിക്കുള്ളത് 5th കേട്ടോ, 4th ഫ്ലോറിലാണ് ഈ ക്ലിനിക്കുള്ളത് കേട്ടോ. ഇവിടെ നമുക്ക് ഉള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തൊക്കെ ഇവിടെ ഉണ്ടാവും. കാർഡ് നമ്മളൊക്കെ കാർഡ് കൊടുക്കണം കേട്ടോ. ഓൺലി ഓൺ ഇൻക്ലൂഡാണ്, ഫുഡ് ഇൻക്ലൂഡാണ്, ക്യാഷ് കൊടുക്കണം. പക്ഷേ നമ്മളുടെ കാർഡ്, നമ്മുടെ ആ റൂമിൻ്റെ കാർഡ് കൊടുത്തിട്ട് വേണം നമ്പർ എടുക്കണം, ടേബിൾ നമ്പർ. താങ്ക് യു. ടേബിൾ നമ്പർ 52. ആ ടേബിളിൽ ചെന്നിരിക്കാൻ പറ്റുള്ളൂ. കണ്ട എന്തൊക്കെ ഉണ്ട് കേട്ടോ. സലാഡ് ഐറ്റംസ് നോക്കട്ടെ ഇവിടെ എന്തൊക്കെ ഉണ്ടോ. ലെമൺ റൈസ്, ഗോബി പൊറോട്ട, ഇന്ത്യൻ വെജിറ്റബിൾ ഉപ്മ, ആലു പോണ്ട, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഹായ് കേസേ, നമ്മുടെ നാളെ ഉപ്പുമാവ് നല്ലത്, വെജിറ്റബിൾ ഉപ്പുമാവ്. ഇഡ്ഡലിയൊക്കെ മഞ്ഞ കളർ തന്നെ ആണ്. കാഞ്ചീപുരം ഇഡ്ഡലി കേട്ടോ. ആ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സലാഡ് ഐറ്റംസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അവിടെ നമുക്ക് കോഫി, ചായ അതൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള സംഭവമുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് ഫുഡുണ്ട് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന കാശിന് ഫുഡ് തന്നെ ധാരാളം എനിക്ക് തോന്നിയിട്ട്. രാവിലെ ഒന്ന് കട്ട്ലൈറ്റാ, ഫലാഫിലല്ലേ നിങ്ങളിവിടെ തിരുവനന്തപുരം അല്ലേ? ദുബായിലാണോ? റാസൽ ഗെയിം വന്നായിരുന്നേ. എന്തെന്ത് സംഭവം? ശശുക ബോയിലെഗ്, ലോട്ട് ഓഫ് ഐറ്റംസ് ആണ് കേട്ടോ. ഇതൊക്കെ എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം, വയറ് നിറയണ വരെ കഴിക്കാം. ഇനി ഒരിക്കൽ കഴിച്ച് പോയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും വരണം, എന്നിട്ട് പിന്നെയും കഴിക്കുക. ഇതാണ് അൺലിമിറ്റഡ് ആണ് ഫുഡ്. അതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഏരിയ സമയമാണ്.
ലഞ്ചിനും ഡിന്നറിനൊക്കെ ഇതിലും വിലത്തായിരുന്നു ഇവിടെ, രക്ഷയില്ല. ഫുഡ് ഫ്രീ ആണ്, അൺലിമിറ്റഡ് ആണ് എന്ന് കരുതി അടിച്ച് കയറ്റിയിട്ട് വയറ് കേടരുത്താൻ പറ്റരുത്. അത് 52 കോഫി നല്ല ഉപ്പുമാവുണ്ട്, പിന്നെ ഗോബി പൊറോട്ട ഉണ്ട്. ഇവിടുത്തെ ഇഡ്ഡലിയാണെന്ന് പറഞ്ഞാൽ കാഞ്ചീപുരം ഇഡ്ഡലിയോ എന്താ പറഞ്ഞ് ജസ്റ്റ് ഒരു ഭംഗിക്ക് ഒരു ചെറിയ ടൊമാറ്റോ വെച്ചിട്ടുണ്ട്. സാമ്പാറുണ്ട്, ഞാൻ തന്നെ സ്വന്തം ഉണ്ടാക്കിയ കോഫി. നമ്മൾ ഷിപ്പ് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം പ്ലസ് അത് ഡെസിഗ്നേഷൻ ഖത്തറും കൂടെ ആയപ്പോൾ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സ്പെഷ്യലി ഫുഡ് ക്വാളിറ്റി ആണെങ്കിലും ക്വാണ്ടിറ്റി ആണെങ്കിലും ആസ് വെൽ ആസ് വെറൈറ്റി സൂപ്പർ. പിന്നെ ഓൾമോസ്റ്റ് ഇവിടെയുള്ള ആൾക്കാരുള്ള ആംബിയൻസ് ആയിക്കോട്ടെ, സ്റ്റാഫ് എല്ലാം വളരെ റിമാർക്കബിൾ തന്നെയായിരുന്നു. ഫുഡാണെങ്കിൽ മൾട്ടി കുസിൻ, ഇന്ത്യൻ, ചൈനീസ് എല്ലാ ടൈപ്പ് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാലും കഴിക്കാൻ പറ്റുന്ന ഫുഡുണ്ട്. വെജിറ്റബിൾ ആണെങ്കിൽ ലോഡ്സ് ഓഫ് ഓപ്ഷൻസ് ആണ്. അങ്ങനെ വെച്ചാൽ പരന്ന് കിടക്കുക. നമ്മളിത് ഒരു പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പാണ്. അത് വളരെ പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്തൊരു സംഗതിയല്ല. പക്ഷേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം എൻ്റർടൈൻമെൻ്റ് ആയിരിക്കുന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വന്നപ്പോൾ നമുക്കത് നമ്മളെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു. വളരെ എൻ്റർടൈൻഡ് ആയിരുന്നു. പിന്നെ ഫുഡായാലും അക്കോമഡേഷൻ ആയാലും ഇതിലുള്ള സ്റ്റാഫിൻ്റെ പെരുമാറ്റമായാലും എല്ലാം വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. ഇനിയും ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റിൽ ഫുഡ് എടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ട് കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാമായിരുന്നു കേട്ടോ. ഷിപ്പിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാൻ അവിടെ നിന്ന് നേരത്തെ കാണിച്ച പാലസ് അവരുടെ ഒരു കാറ്റഗറി ഏരിയയാണത്. നമുക്കങ്ങോട്ട് അലോഡില്ല. നമുക്കിവിടെ വരുന്നിട്ട് ഭക്ഷണം കഴിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇവിടെ നിൽക്കാം. ഈ പുറത്തേക്ക് വന്നാൽ ഇവിടെ ഒരു ഫുഡിൻ്റെ കൗണ്ടർ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ ഓംലൈറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ലേ പാലസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടല്ലോ, ഇവിടെ അവരുടെ റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇവർ ഫുള്ള് റെസ്റ്റോറൻറ്റ് ഇതിലായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ, ലഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവർക്കിവിടെ ഒരു ബാൽക്കണി നമുക്കൊക്കെ പോവാട്ടോ. അതാണ് പാലസിൻ്റെ ഏരിയ. ഇവർക്കിരിക്കാനുള്ള ഏരിയയൊക്കെയാണ്. അവരുടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഇവിടെ ആണോ. സീറ്റൊക്കെ ഉണ്ടല്ലോ ഒരു പാലസ് ടൈപ്പിൽ. ഓക്കെ, അതാണ് സംഭവം. പാലസിൻ്റെ ഫുഡൊക്കെ അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നുണ്ട്. ആപ്രിക്കോട്ട് ഉണ്ടെന്ന് നമുക്കെടുത്ത് കഴിക്കാൻ പറ്റില്ല തോന്നുന്നുണ്ട് കേട്ടോ. ക്യാഷിനട്ട് തന്നെ ഇതിൽ കുറച്ച് അപ്ഗ്രേഡ് ഉണ്ട് ഇവിടെ കേട്ടോ. അമ്മൂസ്, മുത്തപ്പൽ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. ഉണ്ടോ നൈസ്. അതവരെ ബിവറേജ് ചെയ്യുന്നത്. ദിസ് ബിവറേജ് ഏരിയ, ബിവറേജസ്, ഡ്രിങ്ക്സ്. ഇത് പാലസിൻ്റെ അവരെ ബിവറേജസ് ഏരിയ. കാസിനോ, ജസ്റ്റ് കാസിനോ. Yes, sir. For palace guests. Casino. Casino. Not allowed in it. Where are you from? Indonesia, Philippines. Indonesia, Philippines. Okay, good. Thank you. ബ്ലോഗറായാലേ പാലസും എവിടെയുള്ള കയറിച്ചല്ല. ഐ എം എ യൂട്യൂബ് ബ്ലോഗർ എന്ന് പറഞ്ഞു. ഓക്കെ സാർ, യൂട്യൂബ് വീഡിയോ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു. നല്ലതാണ്. എവിടെ ജാഗ്രസിയെ എൻജോയ്. നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിൽ ഫുള്ള് വൈബാണ്. ഇവിടെ ഗെയിമിൻ്റെ ഏരിയകളാണ് കേട്ടോ. ഓക്കെ,
ഇതൊക്കെ പേയ്മെൻറ്റ് ഉണ്ടാവുമായിരിക്കും കേട്ടോ. അത് ഫ്രീ ആണോന്ന് എനിക്കറിയില്ല. പേയ്മെൻറ്റ് ഉണ്ടോയെന്ന് കണ്ടുണ്ട്. പേയ്മെൻ്റ് ആണ്, ഡോളർ കാണിക്കുന്നുണ്ട്. വാ ഇതാണ് നമ്മളതിൻ്റെ ക്യാപ്റ്റൻ്റെ ഏരിയ. എൻ്റെ പൊന്നെ ഒരു ഗോദാമിലുള്ള ഇങ്ങനെ ഇറങ്ങി പോയി നോക്കണം കേട്ടോ. എന്താ അടുത്ത അവസ്ഥ എന്നറിയില്ല, പോയി നോക്കാം. വാ വാ ആണ് ക്യാപ്റ്റൻ ഏരിയ. നമുക്ക് അങ്ങോട്ട് ഉള്ളിൽ കിടക്കാനുള്ളതില്ല. പക്ഷേ എന്താണ് ക്യാപ്റ്റനൊക്കെ ഇരിക്കുന്നത് ഇവിടെ നിന്നാണ് കപ്പിൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ കാര്യങ്ങളൊക്കെ. നമുക്കിതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമൊക്കെ ചെയ്യും. പക്ഷേ അതിന് പേയ്മെൻറ്റ് കൊടുക്കണം. ഞാനൊന്ന് മുട്ടിയോക്കട്ടെ അവരോട്, പേയ്മെൻറ്റ് ഇല്ലാണ്ട് അതിനെ ചെങ്ങനായിട്ട് വിളിച്ചോട്ടെ. നമ്മളിപ്പോൾ ഈ പോകുന്ന ഷിപ്പിൻ്റെ മാതൃകയുണ്ടത്. ഇവർ പോകുന്ന ഓരോ പോർട്ടുകൾ, ഓരോ രാജ്യങ്ങളെ തോന്നുന്നുണ്ട്. അതിൻ്റെ ഐ തിങ്ക് അറിയില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ വ്ളോഗ് ചെയ്യുന്ന ഒരാളാണ്, എനിക്കതിൻ്റെ ഉള്ളിൽ കിടക്കൊന്നും വേണ്ട, ജസ്റ്റ് ആ ഏരിയ ഒന്ന് കാണണം, ക്യാപ്റ്റൻ ഇരിക്കുന്ന ഏരിയയും ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യണം എന്നൊക്കെ ഇയാളോട് ഞാൻ ചോദിച്ചു. ഇയാൾ സമ്മതിക്കുന്നില്ല, അതിൻ്റെ ഉള്ളിൽ കടത്തി വിടുന്നില്ല. അതവിടുന്ന് മുൻകൂർ നമ്മൾ ബുക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റൊക്കെ ചെയ്താൽ ചിലപ്പോൾ ചിലപ്പോഴല്ല ഉള്ളിൽ കടത്തും, എന്നിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും എങ്ങനെയാണത് ഷിപ്പ് പോകുന്ന കാര്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ്റെ ആ ഒരു ഏരിയ കൂടി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഷിപ്പിലെ ഓൾമോസ്റ്റ് ഒരു ഇതെല്ലാം കവർ ചെയ്തു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇതിലില്ല. ഇനിയിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ഞാൻ പോകുന്ന അടുത്ത പാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഈ സെക്കൻഡ് പാർട്ടിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ആയി. ഇനി നെക്സ്റ്റ് പാർട്ടിൽ ഇനിയിപ്പോൾ നമ്മൾ ഞാൻ തേർഡ് പാർട്ട് വരുമ്പോൾ നമ്മൾ ഖത്തറിൽ ഇറങ്ങിയതും ഖത്തറിലെ പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ, ടൂറിസ്റ്റ് സ്ഥലങ്ങൾ, അതൊക്കെ കാണിച്ച് തിരിച്ചു പോകുന്നതും കൂടി കാണിച്ചിട്ട് ഞാൻ അതിൻ്റെ തേർഡ് പാർട്ടിൽ നെക്സ്റ്റിൽ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങൾ, ഇതിന് എത്രയാണ് റേറ്റ്, എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്ന നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത പാർട്ടിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഐ ഹോപ്പ് യു ആർ എൻജോയ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.